ഹായ് ഓൾ. ക്വാണ്ടം മെക്കാനിക്സിൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് എന്നുള്ള 12th ചാപ്റ്ററാണിത്. ഞാൻ ഗ്രിഫിത്താണ് നോക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിലോട്ട് വരാൻ നേരത്ത് ഇപ്പോൾ നമുക്ക് ക്ലാസിക്കലി നമുക്ക് രണ്ട് പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്യുക. ജസ്റ്റ് എ ആൻഡ് ബി എന്നുള്ള രണ്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ ക്ലാസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ഈ രണ്ട് പാർട്ടിക്കിൾസും നമുക്ക് ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. അതായത് ആഫ്റ്റർ സം ടൈം അതിൻ്റെ ഇഫ് ടേക്ക് 5 minutes ആയിക്കോട്ടെ, 10 minutes ആയിക്കോട്ടെ, കുറച്ച് നേരം കഴിയാൻ നേരത്ത് നമ്മൾ വന്ന് നോക്കാൻ നേരത്ത് പാർട്ടിക്കിൾ എ ആണെന്നും പാർട്ടിക്കിൾ ബി ആണെന്നും അതിൻ്റെ സ്റ്റേറ്റുകളൊന്നും തന്നെ മാറിയിട്ടില്ലെന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വരാൻ നേരത്ത് ഇത് പോസിബിൾ അല്ല. അത് സ്റ്റേറ്റ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നേരത്തെ നോക്കാൻ നേരത്ത് പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ അല്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഈ നോട്ട് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ ടു പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. രണ്ട് പാർട്ടിക്കിൾ സിസ്റ്റം, അതിൻ്റെ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് എന്നുള്ളത് R1 R2 ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഒറ്റയടിക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? psi R1 R2 എന്ന് എഴുതാം അല്ലേ. ഞാനിപ്പോൾ ഇവിടെ സ്പിൻ കൺസിഡർ ചെയ്യുന്നില്ല. വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ് സ്പിന്നാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ ടൈം എവല്യൂഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയാൽ IH കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു Hψ എന്ന് എഴുതാൻ പറ്റും ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ അല്ലേ. ആൻഡ് H എന്നുള്ളത് എന്താ? ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ ഇതാ ഇവിടെ -h² ബൈ 2m1 del1 സ്ക്വയർ ആൻഡ് ഈ ഇക്വേഷനാണ് പ്ലസ് VR1 R2 T. അപ്പോൾ ഇതിൽ del1 സ്ക്വയർ del2 സ്ക്വയർ എന്താ? നമുക്ക് ഡബിൾ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ കോർഡിനേറ്റുകളാണ് അല്ലേ, R1 R2. അതേപോലെ M1 M2 എന്നുള്ളത് ടു പാർട്ടിക്കിൾസിൻ്റെ മാസ്. ആൻഡ് ഈ രണ്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ആൻഡ് d³ എന്നുള്ള വോളിയത്തിലും പാർട്ടിക്കിൾ 2നെ d³ എന്നുള്ള വോളിയത്തിൽ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? അതിൻ്റെ മോഡുലസ് സ്ക്വയർ വെച്ച് എഴുതാം അല്ലേ. മോഡുലസ് സ്ക്വയർ ഓഫ് psi R1 R2 T d³ d³ എന്ന് പറഞ്ഞ് എഴുതാം. ആൻഡ് psi മസ്റ്റ് ബി നോർമലൈസ്ഡ്. ഇതാ നമ്മുടെ പ്രോബബിലിറ്റി എഴുതിയതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളത് 1 ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വേൾഡിൽ പാർട്ടിക്കിൾ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി എന്നുള്ളത് 1 ആയിരിക്കുമല്ലോ. ഇറ്റ്സ് ഇൻ ദാറ്റ് വേൾഡ് റൈറ്റ്. അപ്പോൾ അതാണ് ആ ഇക്വേഷൻ വഴി ഉദ്ദേശിച്ചിരിക്കുന്നത്, ടോട്ടൽ ഇൻ്റഗ്രേഷൻ്റെത്. ആൻഡ് ഞാനൊരു കൺസിഡറേഷൻ എടുക്കുകയാണ്. ആൻഡ് ഇഫ് ദ പൊട്ടൻഷ്യൽ V ഈസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ psi R1 R2 T എന്നുള്ളതിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാം. എങ്ങനെ? സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഉപയോഗിച്ച് അല്ലേ. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഉപയോഗിച്ച് എഴുതാൻ നേരത്തെ രണ്ട് പാർട്ട് വരുന്നുണ്ട്. സ്പേഷ്യൽ പാർട്ടും വരുന്നുണ്ട്, പിന്നെ ഈ പാർട്ടും വരുന്നുണ്ട് അല്ലേ. നമ്മൾ പൊട്ടൻഷ്യൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കൺസിഡറേഷൻ എടുത്ത് എഴുതാൻ നേരത്ത് നമ്മുടെ psi R1 R2 എന്നുള്ളത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. ഇത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ഇതിൽ നമുക്ക് എന്നുള്ളത് ടോട്ടൽ എനർജി ആണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇത് ഗ്രിഫിത്ത് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ എഴുതിയേക്കുന്നത് കണ്ട് ഞെട്ടണ്ട. ഈ നോട്ട്സ് ഞാനിത് കഴിഞ്ഞ് ഷെയർ ചെയ്തോളാം ഗ്രൂപ്പിൽ. ആൻഡ് നെക്സ്റ്റ് ബോസോൺസ് ആൻഡ് ഫെർമിയോൺസിനെ പറ്റി പറയുകയാണ്. ഇപ്പോൾ
ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ്. അത് കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കൽ ആണല്ലോ. ഐഡൻറ്റിക്കൽ മീൻസ് സെയിം മാസ്, സെയിം ചാർജ്, എക്സെട്ര അല്ലേ. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ അല്ലേ. അത് പാർട്ടിക്കിൾ 1 ആയിട്ടോ പാർട്ടിക്കിൾ 2 ആയിട്ടോ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്ലാസിക്കലി അങ്ങനെയല്ല. ക്ലാസിക്കലി നമുക്ക് അത് പാർട്ടിക്കിൾ 1 ആണെന്നും പാർട്ടിക്കിൾ 2 ആണെന്നും പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതേപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്കലി നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട് ഈ 2 പാർട്ടിക്കിൾസിന്. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ psi ± R1 R2 A into psi A R1 psi B R2 ± psi B R1 psi A R2. And this theory admits 2 kinds of identical particles: bosons, for which plus sign is, and fermions, for which negative sign is used. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് 2 വഴികളുണ്ടെന്ന് പറയുന്നത്, ഒന്ന് പ്ലസും മറ്റൊന്ന് മൈനസും. ആൻഡ് psi A R1 എന്ന് പറയുന്നത് പാർട്ടിക്കിൾ എയുടെയും psi B R2 എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ബിയുടെയും വേവ് ഫംഗ്ഷനാണ്. ദ ഹോളായിട്ട് നമ്മൾ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം മെക്കാനിക്കലി ഇങ്ങനെ എഴുതാം, ഹോൾ ഇക്വേഷനായിട്ട്. ആൻഡ് photons and mesons are bosons, and the electrons are fermions. And then 2 ഐഡൻറ്റിക്കൽ ഫെർമിയോൺസിന് സെയിം സ്റ്റേറ്റിൽ ആയിരിക്കാൻ പറ്റില്ല. അതെന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെയിം സ്റ്റേറ്റ് കൊടുക്കാൻ നേരത്തെ എന്ത് പറ്റും? ദാറ്റ് ഈസ് psi A = psi B അല്ലേ. വേവ് ഫംഗ്ഷൻ psi A = psi B വരുന്നു. അപ്പോൾ ഞാൻ ഫെർമിയോൺസിന് നെഗറ്റീവ് സൈൻ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ എങ്ങനെ വരും? നെഗറ്റീവ് psi R1 R2 എന്നുള്ളത് A into psi A R1 psi A R2 മൈനസ് psi A R1 psi A R2. സെയിം സ്റ്റേറ്റ് ആണല്ലോ. ആൻഡ് അത് നമുക്ക് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് നോ വേവ് ഫംഗ്ഷൻ അറ്റ് ഓൾ. This is the famous Pauli's exclusion principle. Okay. നമുക്കിനി ഒരു എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ പീനെ കൺസിഡർ ചെയ്യണം. എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ പി എന്നുള്ളത് വിച്ച് ഇൻ്റർചേഞ്ചസ് ദി 2 പാർട്ടിക്കിൾസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പി psi R1 R2 is equal to psi R2 R1. അതിനെ 2 തവണ ചെയ്യാൻ നേരത്ത് we get p² is equal to 1. ഒന്ന് ചേഞ്ച് ചെയ്തു, പിന്നെ ഒരു തവണ കൂടെ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? p² is equal to 1 കിട്ടും. which means that its eigen values of p is plus or minus 1. അതായത് p² is equal to 1 വരണമെങ്കിൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ -1 ആയിരിക്കണം, അല്ലെങ്കിൽ +1 ആയിരിക്കണം. അപ്പോൾ eigen values plus or minus 1 എന്ന് പറയാൻ സാധിക്കും. And if the particles are identical, the Hamiltonian must treat them the same. അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് പഠിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ പഠിക്കാം? നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്ന് പഠിക്കാമല്ലോ. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് വേവ് ഫംഗ്ഷൻ തരുന്നത്. അപ്പം നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് ഹാമിൽട്ടോണിയൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. സോ നമുക്ക് ഹാമിൽട്ടോണിയൻ്റെ ഐഗൺ സ്റ്റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഹാമിൽട്ടോണിയന് മാറ്റം വരുമോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്താ? ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ p²/2m പ്ലസ് പൊട്ടൻഷ്യൽ ആണല്ലോ. അപ്പോൾ പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മാസ് മാറില്ല അല്ലേ, മാസ് മാറില്ല. അതുപോലെ തന്നെ p² എന്നുള്ള ടൈം എന്താ? h⁻∂y∂t എന്നുള്ള ടൈം അതിൻ്റെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിക്കൊന്നും മാറ്റം വരില്ല. വിച്ച് മീൻസ് ദാറ്റ് എക്സ്ചേഞ്ച് ചെയ്താൽ കൂടിയിട്ട് ഹാമിൽട്ടോണിയന് മാറ്റം വരില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ്
പി എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ സാധിക്കും അല്ലേ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കോമ്പാറ്റബിൾ ഒബ്സർവബിൾ ആണെന്നുള്ളത് അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും? ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് പി എച്ച് എന്നുള്ളത് 0 ആണ് അല്ലേ? ഇങ്ങനെ 0 വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർ ആർ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ആർ സൈമൾട്ടേനിയസ് eigen state ഓഫ് ബോത്ത് പി ആൻഡ് എച്ച് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ കോമ്പാറ്റബിൾ ഒബ്സർവബിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ 0 വന്നതുകൊണ്ട് ഇതിന് രണ്ടിനും സൈമൾട്ടേനിയസ് eigen state ആയിരിക്കും എന്നുള്ളത് പറയാൻ സാധിക്കും അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ബി ഐദർ സിമെട്രിക് ഓർ ആൻറ്റിസിമെട്രിക്. സോ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ജനറലൈസേഷനായിട്ട് നമുക്ക് ഈ പോയിൻ്റ് എടുത്ത് പറയാൻ സാധിക്കും. ദിസ് പോയിൻ്റ്, ദിസ് psi r1 r2 is equal to plus or minus psi r2 r1 and this is the symmetrization requirement. ഇതാണ് symmetrization requirement. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ എങ്ങനെ വരും? psi r1 r2 is equal to plus psi r2 r1 and if it is anti-symmetric this means psi r1 r2 is equal to negative of psi r2 r1 എന്ന് വരും. ആൻഡ് ജനറലി നേരത്തെ പറഞ്ഞതുപോലെ ബോസോൺസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് വിത്ത് 0 ഓർ ഇൻ്റഗ്രൽ സ്പിൻ ആയിരിക്കും. ആൻഡ് ദേ ഡു നോട്ട് ഒബേ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ബോസോൺസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ എക്സ്ചേഞ്ച് ഓഫ് എനി പെയർ ഓഫ് ദം. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് വേവ് ഫംഗ്ഷൻ ഈസ് കോൾഡ് സിമെട്രിക്. ഓഫ് ദിസ് കൈൻഡ് ഈസ് കോൾഡ് എ സിമെട്രിക്. ആൻഡ് നമുക്ക് പിന്നെന്ത് പറയാം? Any number of bosons can exist in the same quantum state of the system. And ഫെർമിയോൺസിനെ പറ്റി പറയാൻ നേരത്ത് ഓഡ് ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻസ് ഉള്ള പാർട്ടിക്കിൾസ് ആണെന്നും അത് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുമെന്നും പറയാൻ സാധിക്കും. And the wave function of a system of fermions changes sign upon the exchange of any pair of them. A wave function of this kind is called antisymmetric. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഓൺലി വൺ ഫെർമിയോൺ ക്യാൻ എക്സിസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ ക്വാണ്ടം സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.